ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ എടുത്ത വചനഭാഗം പലവട്ടം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ പത്രോസ് പറയുകയാണ്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എത്ര വേദനയോടാണ് പത്രോസ് അത് പറയുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരു പ്രാവശ്യം ചോദിക്കുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യവും ചോദിക്കുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ പത്രോസിന് ചങ്ക് പൊട്ടുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ, പിന്നെയും പിന്നെയും എന്തിന് ചോദിക്കുന്നു? ആ ഒരു ചോദ്യം എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരിക്കലും നിന്നെ പിരികയില്ലെന്നും നീ സത്യമായും ദൈവമായ കർത്താവാകുന്നു എന്നും യേശുവിനോട് പറഞ്ഞ പത്രോസ് ഒരിക്കൽ യേശുവിനെ തള്ളി പറഞ്ഞില്ലേ? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അപമാനഭാരത്താലാണ്. അതായത് സമൂഹം അവനെ പ്രഷറൈസ് ചെയ്തപ്പോൾ, അവനെ സമൂഹത്തിൽ സമ്മർദ്ദം കൊണ്ട്, അവൻ്റെ ജീവൻ്റെ ഭയം കൊണ്ട്, അവനെ കൊന്നുകളഞ്ഞാലെന്ന് ഭയം കൊണ്ട് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് യേശു വീണ്ടും വീണ്ടും അവനോട് യേശുവിനറിയാം, എല്ലാ ശിഷ്യന്മാരെക്കാളും തീവ്രമായിട്ട് യേശുവിൽ വിശ്വസിക്കുന്നതും ഒരു കരുത്തായ മനസ്സുള്ള ഒരു മൂത്ത മുക്കുവൻ പത്രോസാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യേശു ഓരോരോ ചുമതലകളെ ഏൽപ്പിക്കുമ്പോഴും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? അപ്പോൾ നമ്മൾക്കും പലപ്പോഴും തോന്നും, എന്താണ് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങളെന്ന്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിൽ പല പല കാരണങ്ങളുണ്ടാകാം. ഹിഡനായി കിടക്കുന്ന പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ദൈവത്തിനൊരു ഉദ്ദേശമേ ഉള്ളൂ, നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, നമ്മെ നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും മനുഷ്യൻ്റെ നാശം യേശു ആഗ്രഹിക്കുന്നില്ല, ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാനാണ് എന്ന് വാക്ക് തന്നവനാണ് യേശു. ഭയപ്പെടേണ്ട 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 എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താനാണ്. അപ്പോൾ യേശു വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നമ്മളെ ഉറപ്പിക്കാനാണ്. അപ്പോൾ ദൈവമുണ്ടോ എന്ന് പല